സ്ട്രൈറ്റ് ലൈൻസിൻ്റെ നാലാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് സ്ട്രൈറ്റ് ലൈനുകളുടെ സ്ലോപ്പ് അറിയാമെങ്കിൽ ആ രണ്ട് സ്ട്രൈറ്റ് ലൈനുകൾക്കിടയ്ക്കുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഫോർമുലയെക്കുറിച്ച്, ആംഗിൾ ബിറ്റ്വീൻ ടു സ്ട്രൈറ്റ് ലൈൻസ്, അതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് രണ്ട് സ്ട്രൈറ്റ് ലൈനുകൾ പരിഗണിക്കുക. ആദ്യം ഒരു സ്ട്രൈറ്റ് ലൈൻ എടുത്തു. ഈ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ടൊരു ആംഗിൾ ഫോം ചെയ്യുന്നുണ്ട്. ആ ആംഗിള് θ1 ആണെന്ന് കരുതുക. എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായി ഫോം ചെയ്യുന്ന ആംഗിളാണ് θ1. ആംഗിൾ θ1 എന്ന് പറയുമ്പോഴത്തേക്ക് ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാം tan θ1 ആയിരിക്കും. ആ ലൈൻ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായി ഫോം ചെയ്യുന്ന ആംഗിൾ θ1 ആണെങ്കിൽ ആ ലൈനിൻ്റെ സ്ലോപ്പ് tan θ1 ആയിരിക്കും. അപ്പോൾ അങ്ങനെ തുടങ്ങുകയാണ്. Consider two straight lines L1 and L2 which make angles θ1 and θ2 respectively with positive direction of x-axis. രണ്ട് സ്ട്രൈറ്റ് ലൈൻസ് ആണ്, ഒന്ന് L1 മറ്റൊന്ന് L2. ഈ രണ്ട് ലൈനുകൾ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായി ഫോം ചെയ്യുന്ന ആംഗിൾ θ1ഉം θ2. അപ്പോൾ ഒരു ആംഗിൾ ലൈൻ പരിഗണിച്ചു, മറ്റൊരു സ്ട്രൈറ്റ് ലൈൻ കൂടി പരിഗണിക്കുകയാണ്. ആ സ്ട്രൈറ്റ് ലൈൻ എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായി ഫോം ചെയ്യുന്ന ആംഗിൾ എടുത്തു. ആ ആംഗിൾ θ2 എന്നിരിക്കട്ടെ. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് എന്തായിരിക്കും. ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ1 ആയിരിക്കുമെന്നും രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ2 ആയിരിക്കും എന്നും അറിയാം. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ1 ആണ്, അതിനെ ഞാൻ m1 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ2 ആണ്, അതിനെ ഞാൻ m2 എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അപ്പോൾ സ്ലോപ്സ് ആർ m1 ഈക്വൽ ടു tan θ1ഉം m2 ഇസ് ഈക്വൽ ടു tan θ2. അപ്പോൾ രണ്ട് സ്ട്രൈറ്റ് ലൈനുകളാണ് നമ്മൾ പരിഗണിച്ചത്, L1ഉം L2. അതിൽ L1 എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായി ഉണ്ടാകുന്ന ആംഗിളാണ് θ1, L2 എക്സ് ആക്സിസിൻ്റെ പോസിറ്റീവ് ഡയറക്ഷനുമായിട്ട് ഉണ്ടാകുന്ന ആംഗിളാണ് θ2. ഈ രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകൾ എന്ന് പറയുന്നത് tan θ1ഉം tan θ2ഉമാണ്. അതിനെ ഞാൻ m1 എന്നും m2 എന്നും പേര് വിളിച്ചു. ഇനി ഈ രണ്ട് ലൈനുകൾക്കിടയ്ക്കുണ്ടാവുന്ന ആംഗിൾ, എന്ന് പറയുമ്പോൾ അവിടെ ഈ രണ്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത് നോക്കിയാൽ നിങ്ങൾക്ക് രണ്ട് ആംഗിൾസ് കാണാം. ഒന്ന് ഈ കാണുന്ന ആംഗിളാണ്, ഈ രണ്ട് ലൈനുകൾക്കിടയ്ക്കുള്ള ആംഗിളാണ്. ആ ആംഗിൾ മാത്രമല്ല രണ്ട് ലൈനുകൾക്കിടയ്ക്ക് ഉള്ളത്, ആ രണ്ട് ലൈനുകൾക്കിടയ്ക്ക് മറ്റൊരു ആംഗിൾ കൂടി കാണുന്നുണ്ട്, അത് ഇതാണ്. അപ്പോൾ രണ്ട് ഡിഫറെൻ്റ് ആംഗിൾസ് കാണുന്നുണ്ട്. അതിൽ ആദ്യം ഞാൻ മാർക്ക് ചെയ്ത ആ രണ്ട് ലൈനിടയ്ക്ക് ആദ്യം മാർക്ക് ചെയ്ത ആംഗിൾ ഉണ്ടല്ലോ, ആ ആംഗിൾ എടുക്കുകയാണ്. ആ ആംഗിളിന് ഞാൻ θ എന്ന് പേര് കൊടുക്കുന്നു. ആ രണ്ട് ലൈനുകൾക്കിടയ്ക്ക് ആദ്യം മാർക്ക് ചെയ്ത ആംഗിളാണ് എടുത്തത്. ആ ആംഗിളിന് θ എന്ന പേര് കൊടുക്കുന്നു. ഇനി ആ മറ്റൊരു ആംഗിൾ കൂടി ആ രണ്ട് ലൈൻസിനിടയ്ക്ക് ഉണ്ട്, ആ ആംഗിളിന് φ എന്ന പേര് കൊടുക്കുന്നു. അപ്പോൾ ആ φ θ ആയിട്ടുള്ള ബന്ധം നമുക്കറിയാം, കാരണം ഈ രണ്ട് ആംഗിളോട് ആഡ് ചെയ്താൽ 180 ആവും. അപ്പോൾ ഈ ആദ്യത്തെ ആംഗിൾ θ ആണെങ്കിൽ രണ്ടാമത്തെ ആംഗിൾ 180 - θ ആയിരിക്കും. അതിനാണ് φ എന്ന പേര് കൊടുത്തത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ രണ്ട് ലൈനുകൾ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ 180 ആവും എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ 180യിൽ കുറവും, ഒരു ലൈൻ 90യിൽ കുറവും മറ്റേ ലൈൻ 90യിൽ കൂടുതലുമായിരിക്കും. അതായത് 90യിൽ കുറഞ്ഞ ആംഗിളിനെയാണ് നമ്മൾ അക്യൂട്ട് ആംഗിൾ എന്ന് വിളിക്കുന്നത്, 90 കൂടിയ ആംഗിളിനെയാണ് നമ്മൾ ഒബ്റ്റ്യൂസ് ആംഗിൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ലൈൻസിനിടയ്ക്ക് ഉണ്ടാവുന്ന ആംഗിളുകളിൽ ഒരു ആംഗിൾ അക്യൂട്ടാണ് എങ്കിൽ മറ്റേ ആംഗിൾ ഒബ്റ്റ്യൂസ് ആംഗിൾ ആയിരിക്കും. ഇനി നമ്മൾ ഈ ഒന്ന് ശ്രദ്ധിക്കാം. ഇതിൽ ഈ തന്നിരിക്കുന്ന ഡയഗ്രത്തിൽ θയാണ് ഈ രണ്ട് ലൈനുകളിടയ്ക്കുള്ള അക്യൂട്ട് ആംഗിൾ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് എടുക്കുന്നത് ആ രണ്ട് ലൈനിടയ്ക്കുള്ള അക്യൂട്ട് ആംഗിളിനെയാണ്. രണ്ട് ലൈനുകൾ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ രണ്ട് ആംഗിൾസ് ഉണ്ടാവും. അതിൽ ഒന്ന് അക്യൂട്ട് ആംഗിൾ 90യിൽ കുറഞ്ഞ്, മറ്റൊന്ന് ഒബ്റ്റ്യൂസ് ആംഗിൾ. ഈ ഡയഗ്രത്തിൽ അതായത് 90 കൂടിയ ആംഗിൾ. ഈ ഡയഗ്രത്തിൽ നോക്കിയാൽ ഈ θ എന്ന് പറയുന്ന ആംഗിളാണ് ഈ രണ്ട് ലൈനുകൾക്കിടയ്ക്കുള്ള അക്യൂട്ട് ആംഗിൾ. ആ അക്യൂട്ട് ആംഗിളിനെയാണ് നമ്മൾ സാധാരണ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് പരിഗണിക്കുന്നത്. അപ്പോൾ ഞാൻ ആ അക്യൂട്ട് തൽക്കാലം മറ്റേ ആംഗിൾ മാറ്റിയിട്ട് ഈ ആംഗിൾ പരിഗണിക്കുകയാണ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് ഈ θയെ പരിഗണിച്ചു. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം. നമുക്ക് ഞാനൊരു ട്രയാങ്കിൾ എടുത്തു. ഒരു ട്രയാങ്കിൾ എടുത്തിട്ട് ആ ട്രയാങ്കിളിലെ ആംഗിൾസ് നമുക്കറിയാം, 3 ആംഗിൾസാണ് ആ ട്രയാങ്കിളിനുള്ളത്. ആ 3 ആംഗിളുകൾ മാർക്ക് ചെയ്തു. ഇനി
ഈ 3 ആംഗിൾ ഞാൻ എക്സ് എന്നും വൈ എന്നും ഇസഡ് എന്നും പേര് കൊടുത്തു. ആ ട്രയാങ്കിളിൻ്റെ 3 ആംഗിൾസ് ആണ് എക്സും വൈയും ഇസഡും. ഇനി ഇതിൽ ഒരു സൈഡിനെ അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് വരയ്ക്കുക. ഏതെങ്കിലും ഒരു സൈഡിനെ അങ്ങോട്ട് നീട്ടി വരച്ചു, എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചു. ഇപ്പോൾ ഒരു പുതിയ ആംഗിൾ കൂടി ഫോം ചെയ്തിട്ടുണ്ട്. ആ പുതിയ ആംഗിളിന് ഞാൻ യു എന്ന് പേര് കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ യു എന്ന് പറയുന്നത് ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിനെ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയ ആംഗിളാണ്. ആ ആംഗിളിനെ നമ്മൾ എക്സ്റ്റീരിയർ ആംഗിൾ എന്നാണ് വിളിക്കുന്നത്. ബാക്കി 3 ആംഗിൾ ഉണ്ടല്ലോ, എക്സും വൈയും ഇസഡും, അത് ഇൻറ്റീരിയർ ആംഗിൾസാണ്. ഇതിൽ ഈ എക്സ്റ്റീരിയർ ആംഗിളിനോട് ചേർന്ന് കാണുന്ന ഇൻറ്റീരിയർ ആംഗിൾ ഉണ്ട്, അത് ഇസഡാണ്. എക്സ്റ്റീരിയർ ആംഗിളിൽ നിന്ന് ദൂരെ മാറി കാണുന്ന 2 ഇൻറ്റീരിയർ ആംഗിൾസ് ഉണ്ട്, അത് എക്സും വൈയും ആണ്. നമ്മളതിനെ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് അല്ലെങ്കിൽ റിമോട്ട് ഇൻറ്റീരിയർ ആംഗിൾസ് എന്ന് വിളിക്കും. ഈ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസും എക്സ്റ്റീരിയർ ആംഗിളും തമ്മിൽ ഒരു ബന്ധമുണ്ട്. അതായത് ഈ ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് ആയ എക്സിൻ്റെയും വൈയുടെയും സം എടുത്താൽ, എക്സ് പ്ലസ് വൈ എടുത്താൽ അത് എക്സ്റ്റീരിയർ ആംഗിളിന് ഈക്വൽ ആയിരിക്കും. അതായത് യു ഇസ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എക്സ്റ്റീരിയർ ആംഗിൾ ഈക്വൽ ടു ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. മലയാളത്തിൽ പറയും ബാഹ്യ കോണം എന്നാണ് എക്സ്റ്റീരിയർ ആംഗിളിനെ വിളിക്കുന്നത്. ഈ രണ്ടിനെ ആന്തര കോണുകൾ, ദൂരെയുള്ളതാണ്ട് ആന്തര വിദൂര കോണുകൾ എന്ന് വിളിക്കും. അങ്ങനെയാണ് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അതിവിടെ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം. ആ ട്രയാങ്കിളിൻ്റെ ഒരു സൈഡ് എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിരിക്കുന്ന ആംഗിളാണ് θ2. എന്നാൽ തീറ്റയും θ1 ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസുമാണ്. അപ്പോൾ ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്ന് നമുക്കറിയാം. എന്താണ് ബന്ധം? ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും ഏത്? എക്സ്റ്റീരിയർ ആംഗിൾ. എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസിൻ്റെ സമ്മായിരിക്കും. എക്സ്റ്റീരിയർ ആംഗിൾ θ2 ആണ്, ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ് തീറ്റയും θ1 ആണ്. അപ്പോൾ തീറ്റയും θ1 കൂടി ആഡ് ചെയ്യുമ്പോഴാണ് θ2 കിട്ടുന്നത്. θ പ്ലസ് θ1 ഇസ് ഈക്വൽ ടു θ2 ആയിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടി ചുരുക്കി നമുക്ക് പറയാം. ഞാൻ 2 സ്ട്രൈറ്റ് ലൈനുകളാണ് പരിഗണിച്ചത്. അതിന് ആദ്യത്തെ സ്ട്രൈറ്റ് ലൈൻ L1, അതിൽ എക്സ് ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിൾ θ2. രണ്ടാമത്തെ ലൈൻ L2, അത് എക്സ് ആക്സിസുമായിട്ടുണ്ടാകുന്ന ആംഗിൾ θ2. അപ്പോൾ ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ1 ആണ്, അതിനെ M1 എന്നെടുത്തു. രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് tan θ2 ആണ്, അതിനെ M2 എന്നെടുത്തു. അപ്പോൾ M1 ഇസിക്കൽ ടു tan θ1, M2 ഇസിക്കൽ ടു tan θ2. ഈ 2 ലൈനുകൾക്കിടയ്ക്ക് 2 ആംഗിൾസ് ഉണ്ടാവുന്നുണ്ട്, ഒന്ന് തീറ്റയും ഒന്ന് ഫൈയുമാണ്. അതിൽ അക്യൂട്ട് ആംഗിളായി കാണുന്ന തീറ്റ, അതിനെയാണ് നമ്മൾ സാധാരണ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയിട്ട് തീറ്റയായി എടുത്തു. ഈ ഡയഗ്രം നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി കാണാം. എക്സ്റ്റീരിയർ ആംഗിൾ ഇസ് ഈക്വൽ ടു ദ സം ഓഫ് ഓപ്പോസിറ്റ് ഇൻറ്റീരിയർ ആംഗിൾസ്. അപ്പോൾ തീറ്റ പ്ലസ് θ1 ഇസ് ഈക്വൽ ടു θ2. നമുക്ക് ഈ തീറ്റയാണ്, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് ആയ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. എങ്ങനെ നോക്കാം. ഇപ്പോൾ നമുക്ക് കിട്ടിയ എന്താ? തീറ്റ പ്ലസ് θ1 ഇസ് ഈക്വൽ ടു θ2 എന്നാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. തീറ്റ പ്ലസ് θ1 ഇസ് ഈക്വൽ ടു θ2. അതിൽ ആ θ1 റൈറ്റ് സൈഡിലേക്ക് മാറ്റുക. അപ്പോൾ എന്ത് കിട്ടും? തീറ്റ ഇസ് ഈക്വൽ ടു θ2 മൈനസ് θ1. ഈ തീറ്റയാണ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്, ആ തീറ്റയാണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് ഇപ്പോൾ തീറ്റ ഈക്വൽ ടു θ2 മൈനസ് θ1 എന്നാണ് കിട്ടിയത്. 2 സൈഡിലും ടാൻ എടുക്കുകയാണ്. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ടാൻ θ2 മൈനസ് θ1. നമ്മൾ ടാൻ എക്സ് മൈനസ് വൈക്ക് ഒരു ഫോമുല പഠിച്ചിട്ടുണ്ട്. ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. ആ ഫോമുല ഉപയോഗിച്ചാൽ ടാൻ θ2 മൈനസ് θ1 ഇറ്റ് ഈസ് ടാൻ θ2 മൈനസ് ടാൻ θ1 ബൈ 1 പ്ലസ് ടാൻ θ2 ഇൻറ്റു ടാൻ θ1 എന്നെഴുതാം. ടാൻ എക്സ് മൈനസ് വൈയുടെ ഫോമുലയാണ് ഇവിടെ ഉപയോഗിച്ചത്. ലെഫ്റ്റ് സൈഡ് ടാൻ തീറ്റ അതേപോലെ എഴുതി, റൈറ്റ് സൈഡിൽ ടാൻ എക്സ് മൈനസ് വൈയുടെ ഫോമുല ടാൻ എക്സ് മൈനസ് ടാൻ വൈ ബൈ 1 പ്ലസ് ടാൻ എക്സ് ടാൻ വൈ. അത് ഉപയോഗിച്ചപ്പോൾ ടാൻ θ2 മൈനസ് ടാൻ θ1 ബൈ 1 പ്ലസ് ടാൻ θ2 ഇൻറ്റു ടാൻ θ1. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ടാൻ θ1 എന്ന് പറയുന്നത് എന്തായിരുന്നു? ആദ്യത്തെ ലൈനും എക്സ് ആക്സിസുമായിട്ടുണ്ടായ ആംഗിളാണ്. ആ ഡയഗ്രത്തിലേക്ക് നോക്കൂ, അതുകൊണ്ട് ഇതാണ് θ1. അപ്പോൾ ടാൻ θ1 എന്ന് പറയുന്ന ആദ്യത്തെ ലൈനിൻ്റെ സ്ലോപ്പായി M1 ആണ്. അതുപോലെ θ2 രണ്ടാമത്തെ ലൈനും എക്സ് ആക്സിസുമായിട്ട് ഫോം ചെയ്ത ആംഗിളാണ്. അപ്പോൾ ടാൻ θ2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പായി M2 ആണ്. അപ്പോൾ നമുക്കിവിടെ ടാൻ θ2 പകരം M2 എന്നും ടാൻ θ1 ഒരു M1 എന്ന് കൊടുക്കാം. അപ്പോൾ എന്ത് കിട്ടി? ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഇതെന്തായി? M2 ആയി മൈനസ് ടാൻ θ1 എന്നുള്ള M1 ആയി ബൈ 1 പ്ലസ് M2 ഇൻറ്റു M1. അപ്പോൾ നമുക്ക് ടാൻ തീറ്റ ഈക്വൽ ടു M2 മൈനസ് M1 ബൈ 1 പ്ലസ് M2 ഇൻറ്റു M1. ഇതിൽ M1 എന്നും M2 എന്നും പറയുന്ന ആ 2 ലൈനുകളുടെ സ്ലോപ്പുകളാണ്.
തീറ്റ എന്ന് പറയുന്ന ആ രണ്ട് ലൈനുകൾക്കിടയ്ക്കുള്ള acute angle ആണ്. അപ്പോൾ tan തീറ്റ ഈസ് ഈക്വൽ ടു m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. ഈ ഫോമുല ഇതൊന്ന് മനസ്സിൽ ഓർക്കുക. ഇനി നേരത്തെ ഡയഗ്രത്തിൽ നമ്മൾ കണ്ടല്ലോ, രണ്ട് ലൈനുകൾക്കിടയ്ക്ക് ഒരു ആംഗിൾ അല്ല ഉണ്ടാവുന്നത്, രണ്ട് ഡിഫറെൻറ്റ് ആംഗിൾ ഉണ്ടാവുന്നുണ്ട്. നമ്മൾ കണ്ടതല്ലേ, ഈ രണ്ട് ലൈൻസ് ഇടയ്ക്ക് ഉണ്ടാകുന്ന ആംഗിൾ ഒന്ന് തീറ്റയും ഉണ്ടെന്ന് ഫൈയും ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതിൽ ഫൈ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റയാണ് എന്ന് നമുക്കറിയാം. കാരണം ഫൈയും തീറ്റയും കൂടെ ആഡ് ചെയ്യുമ്പോൾ 180 ആവും. അപ്പോൾ ഫൈ എന്ന് പറയുന്നത് 180 മൈനസ് തീറ്റ. നമുക്കിപ്പോൾ ടാൻ തീറ്റയാ കണ്ടുപിടിച്ച നമുക്ക് ഈ ടാൻ ഫൈ കൂടി ഒന്ന് കണ്ടുപിടിക്കുക എന്താ സംഭവിക്കുന്നത് നോക്കാം. ടാൻ ഫൈ 180 മൈനസ് തീറ്റ ആണല്ലോ. അപ്പോൾ ടാൻ ഫൈ എന്ന് പറഞ്ഞാൽ അത് ടാൻ 180 മൈനസ് തീറ്റയാ. അപ്പോൾ എന്ത് കിട്ടും നോക്കൂ. ഫൈ ഇസ് ദ ഒബ്റ്റ്യൂസ് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ. ഒബ്റ്റ്യൂസ് ആംഗിൾ മീൻസ് 90 കൂടി ആംഗിളാണ്. ദെൻ ഫൈ ഇസ് ഈക്വൽ ടു 180 മൈനസ് തീറ്റയാണ്. അപ്പോൾ ടാൻ ഫൈ ഇസ് ഈക്വൽ ടു ടാൻ 180 മൈനസ് തീറ്റ. വീണ്ടും നമ്മുടെ റിഡക്ഷൻ ഫോമുലയാണ്. 180 എന്ന് പറഞ്ഞാൽ അത് പൈ റേഡിയനാണ്. റിഡക്ഷൻ ഫോമുലയിൽ പൈയോ 2πയോ വന്നാൽ ഫംഗ്ഷൻ മാറില്ല എന്നാണ് പഠിച്ചിട്ടുള്ളത്. പൈ മീൻസ് 180 ഡിഗ്രി വന്നാൽ ഫംഗ്ഷൻ മാറത്തില്ല. എന്നാൽ π/2 3π/2 വന്നാൽ 90യോ 270 ഡിഗ്രിയോ വന്നാൽ ഫംഗ്ഷൻ മാറും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 180 ഫംഗ്ഷൻ മാറത്തില്ല, ടാൻ തീറ്റ തന്നെയാണ്. 180 മൈനസ് തീറ്റ എവിടെയാണ് വരിക? 180 മൈനസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് വൈസിൽ പോകണം. 180യിൽ നിന്ന് ക്ലോക്ക് വൈസിൽ പോകുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ നെഗറ്റീവുമാണ്. ഇപ്പം ടാൻ 180 മൈനസ് തീറ്റ എന്ന് പറയുന്നത് മൈനസ് ടാൻ തീറ്റയാണ്. സിക്കൽ ടു മൈനസ് ടാൻ തീറ്റയ്ക്ക് പകരം നമുക്ക് നേരത്തെ എഴുതി m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എഴുതാം. അപ്പോൾ മൈനസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എന്ന് കിട്ടി. അപ്പോൾ ടാൻ ഫൈ ആണ് കിട്ടിയിരിക്കുന്നത് മൈനസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. അപ്പോൾ ഈ കിട്ടിയ രണ്ടെണ്ണം നമുക്ക് നേരത്തെ ടാൻ തീറ്റ കിട്ടി, മറ്റൊന്ന് ടാൻ ഫൈ കിട്ടി. ഈ കിട്ടിയ രണ്ടും നമുക്ക് ഒന്നുകൂടി ഒന്ന് പരിശോധിക്കാം. നോക്കൂ, ഇപ്പോൾ നമുക്ക് കിട്ടിയ ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഒന്നുകൂടി പരിശോധിക്കുന്നത്. അതിനെ ഓക്കെ, ഈ രണ്ട് ലൈൻസ് ആണ് കാണുന്നുണ്ട്, ഈ രണ്ട് ആംഗിളും കാണുന്നുണ്ട്, തീറ്റയും ഫൈയും കാണുന്നുണ്ട്. അതിൽ ടാൻ തീറ്റ നമുക്ക് കിട്ടിയത് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എന്നാണ്. ടാൻ ഫൈ നമുക്ക് കിട്ടിയത് മൈനസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എന്നാണ്. ഈ രണ്ട് സൈഡും റൈറ്റ് സൈഡ് പരിഗണിച്ചാൽ ഒരു കാര്യം വ്യക്തമാകും. ഈ ടാൻ തീറ്റയുടെ നേരെ ഓപ്പോസിറ്റ് സൈനാണ് ടാൻ ഫൈ. കാരണം ടാൻ തീറ്റ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1. ടാൻ ഫൈ വരുമ്പോൾ അതിന് മൈനസ് കൊടുത്തേ ഉള്ളൂ. അപ്പോൾ ചിഹ്നത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവൂ. വാല്യൂ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കും, അതിൻ്റെ ചിഹ്നം മാത്രമേ വ്യത്യാസം ഉണ്ടാവും. ഒന്ന് പോസിറ്റീവ് ആണെങ്കിൽ മറ്റേത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവ് ആയാൽ ടാൻ ഫൈ നെഗറ്റീവ് ആവും. തിരിച്ച് ടാൻ തീറ്റ നെഗറ്റീവ് ആയാൽ ടാൻ ഫൈ പോസിറ്റീവ് ആയിരിക്കും. ഇതിൽ ഓപ്പോസിറ്റ് സൈൻ ആയിരിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ രണ്ട് ലൈനിലിടയ്ക്ക് ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസാണ് തീറ്റയും ഫൈയും. അതിൽ ടാൻ തീറ്റയുടെയും ടാൻ ഫൈയുടെയും എക്സ്പ്രഷൻസ് ആണ് എഴുതിയേക്കുന്നത്. ഇനി ഇവിടെ ഒരു കാര്യം, ഒരു കാര്യം നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിച്ച കാര്യം നമുക്ക് ഒന്നുകൂടി ഒരു കാര്യം നമുക്ക് ഓർത്ത് നോക്കാം. അതായത് ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിൾ 0ക്കും 90ക്കും ഇടയ്ക്കാണെന്ന് വിചാരിക്കുക. 0ക്കും 90ക്കും ഇടയ്ക്കെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ, 90യിൽ കുറഞ്ഞ ആംഗിൾ. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് വരിക. ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ എല്ലാ ഫംഗ്ഷനും പോസിറ്റീവ്, എല്ലാ ട്രിഗണോമെട്രി ഫംഗ്ഷനും പോസിറ്റീവാണ്. അപ്പോൾ ടാൻ തീറ്റയും പോസിറ്റീവാണ്. എന്ന് പറഞ്ഞാൽ തീറ്റ 90യിൽ കുറവാണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവാണ്. എന്നാൽ തീറ്റ 90ക്കും 180ക്കും ഇടയ്ക്കാണെന്ന് വിചാരിക്കുക. 90ക്കും 180ക്കും ഇടയ്ക്കെന്ന് പറയുമ്പോൾ സെക്കൻഡ് ക്വാഡ്രൻറ്റാണ്. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ ടാൻ തീറ്റ നെഗറ്റീവാണ്. അപ്പം 90ക്കും 180ക്കും ഇടയ്ക്കുന്നത് മീൻസ് 90യിൽ കൂടുതലായി തീറ്റ വന്നാൽ ടാൻ തീറ്റ നെഗറ്റീവ്, 90യിൽ കുറവ് വന്നാൽ ടാൻ തീറ്റ പോസിറ്റീവ്. 90യിൽ കുറവെന്ന് പറഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ, അക്യൂട്ട് ആംഗിളാണ് വരുന്നതെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവ് ആയിരിക്കും. 90യിൽ കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒബ്റ്റ്യൂസ് ആംഗിൾ, ഒബ്റ്റ്യൂസ് ആണ് വരുന്നതെങ്കിൽ ടാൻ തീറ്റ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഇവിടെ നമ്മൾ ഈ കിട്ടിയ ഫോമുലയ്ക്കകത്ത് ഈ ടാൻ തീറ്റയുടെയും ടാൻ ഫൈയുടെയും ഫോമുല കിട്ടിയല്ലോ. ഇതിൽ m2ഉം m1ഉം ഒക്കെ രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകളാണ്. ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എന്ന വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ അത് ചിലപ്പോൾ അത് പോസിറ്റീവ് ആയിരിക്കും, ചിലപ്പോൾ അത് നെഗറ്റീവ് ആയിരിക്കും. അത് m2ൻ്റെയും m1ൻ്റെയും വാല്യൂവിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുക. വാല്യൂവിനനുസരിച്ച് മാറ്റം വരാം. ഒന്നുകിൽ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആയിരിക്കും, അല്ലെങ്കിൽ അത് നെഗറ്റീവ് ആയിരിക്കും. ഇതിൽ ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു പോസിറ്റീവ് ആവും. ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആണെങ്കിൽ ഈ മൈനസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 അത് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ ഫൈ നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ടാൻ തീറ്റ പോസിറ്റീവും ടാൻ ഫൈ നെഗറ്റീവും. നമ്മൾ പറഞ്ഞല്ലോ, ടാൻ തീറ്റ പോസിറ്റീവ് ആണെങ്കിൽ തീറ്റ അക്യൂട്ട് ആംഗിളാണ്, 90യിൽ കുറവാണ്, 0ക്കും 90ക്കും ഇടയ്ക്കാണ്. പക്ഷേ അപ്പോൾ ടാൻ ഫൈ നെഗറ്റീവാണ്. അപ്പം ടാൻ ഫൈ നെഗറ്റീവ് ആകുമ്പോൾ ആ ഫൈ 90യിൽ കൂടുതലാണ്, ദറ്റ് മീൻസ് ഒബ്റ്റ്യൂസ് ആംഗിളാണ്. അപ്പോൾ എന്ത് കിട്ടി? m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവും ടാൻ ഫൈ നെഗറ്റീവുമാകും. ദറ്റ് മീൻസ് ടാൻ തീറ്റ പോസിറ്റീവ് മീൻസ് തീറ്റ അക്യൂട്ട് ആംഗിൾ ആവും, ടാൻ ഫൈ നെഗറ്റീവ് മീൻസ് ഫൈ ഒബ്റ്റ്യൂസ് ആംഗിൾ ആവും. എന്നാൽ ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 നെഗറ്റീവ് ആണെന്ന് കരുതുക.
അപ്പോൾ ടാൻ തീറ്റ നെഗറ്റീവായി. ടാൻ തീറ്റ നെഗറ്റീവായാൽ തീറ്റ 90ൽ കൂടുതൽ, ദാറ്റ് മീൻസ് തീറ്റ ഒബ്റ്റ്യൂസ് ആവും. അപ്പോൾ സംഭവിക്കുന്നത് ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 നെഗറ്റീവ് ആയാൽ മൈനസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആവും. ദാറ്റ് മീൻസ് ടാൻ 5 പോസിറ്റീവ് ആവും. അപ്പോൾ ടാൻ തീറ്റ നെഗറ്റീവ് ആയാൽ ടാൻ 5 പോസിറ്റീവ് ആകും. ടാൻ തീറ്റ നെഗറ്റീവ് ആകുമെന്ന് പറഞ്ഞാൽ തീറ്റ 90ൽ കൂടുതൽ അല്ലെങ്കിൽ ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ടാൻ 5 പോസിറ്റീവ് ആകും. ദാറ്റ് മീൻസ് 5 90ൽ കുറവ്, ദാറ്റ് മീൻസ് അക്യൂട്ട് ആംഗിൾ. അപ്പോൾ ഈ m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നതിനനുസരിച്ച്, അത് പോസിറ്റീവ് ആണെങ്കിൽ ടാൻ തീറ്റ പോസിറ്റീവ്, അപ്പോൾ ടാൻ 5 നെഗറ്റീവ്, അപ്പോൾ തീറ്റ ആയിരിക്കും അക്യൂട്ട് ആംഗിൾ. എന്നാൽ അത് നെഗറ്റീവ് ആയാൽ ടാൻ തീറ്റ നെഗറ്റീവ്, അപ്പോൾ ഈ ടാൻ 5 പോസിറ്റീവായി മാറും. അപ്പോൾ തീറ്റ ഒബ്റ്റ്യൂസ് ആംഗിളും 5 അക്യൂട്ട് ആംഗിളുമായി മാറും. അപ്പോൾ ഈ രണ്ട് ഡിസ്കഷനിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലായി. ഈ റൈറ്റ് സൈഡിൽ വരുന്ന എക്സ്പ്രഷൻ പോസിറ്റീവ് ആയാൽ ടാൻ തീറ്റ പോസിറ്റീവ്, അപ്പോൾ അക്യൂട്ട് ആംഗിൾ കിട്ടുമെന്നും, അത് നെഗറ്റീവ് ആയാൽ ആ തീറ്റ ഒബ്റ്റ്യൂസ് ആംഗിൾ ആവുമെന്നും നമ്മൾ പഠിച്ചു. നമ്മൾ നേരത്തെ പറഞ്ഞു, രണ്ട് ലൈനുകൾക്കുള്ള ആംഗിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അക്യൂട്ട് ആംഗിളിനെയാണ് എന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ പോസിറ്റീവാണ് വരേണ്ടത്, അപ്പോഴേ നമുക്ക് അക്യൂട്ട് ആംഗിൾ കിട്ടും. ആ പോസിറ്റീവ് വരുത്താൻ വേണ്ടി ഈ ഫോമിലേക്കകത്തൊരു കാര്യം ചെയ്യുകയാണ്. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1 എന്ന് എഴുതുന്നതിന് പകരം മോഡുലസ് കൊടുക്കുന്നു. കാരണം മോഡുലസ് കൊടുത്താൽ ഈ എക്സ്പ്രഷൻ നെഗറ്റീവ് വന്നാലും പോസിറ്റീവ് വന്നാലും മോഡുലസ് എടുക്കുമ്പോൾ പോസിറ്റീവായി മാറും, ടാൻ തീറ്റ പോസിറ്റീവായി മാറും. അപ്പോൾ നമുക്ക് അക്യൂട്ട് ആംഗിളായ തീറ്റ തന്നെ കിട്ടും എന്നുള്ളത് കൊണ്ട്. അപ്പോൾ അവിടെ ആ ഒരു രീതിയിലാണ് നമ്മൾ ഫോമുല എടുക്കുന്നത്. എങ്ങനെയാണ് അവിടെ പറഞ്ഞിട്ടുണ്ട്, രണ്ട് കേസായിട്ട് പറഞ്ഞിട്ടുണ്ട്. കേസ് 1, if m2 minus m1 by 1 plus m2 m1 is positive, then tan theta is positive and tan phi is negative. Then theta is the acute angle between the lines and phi is the obtuse angle between the lines. പക്ഷേ ഇത് നെഗറ്റീവ് ആയാലോ, m2 minus m1 plus m2 m1 നെഗറ്റീവ് ആയാലോ, then tan theta നെഗറ്റീവും tan phi പോസിറ്റീവ് ആവും. അപ്പോൾ phi ആയിരിക്കും അക്യൂട്ട് ആംഗിൾ, തീറ്റ ആയിരിക്കും ഒബ്റ്റ്യൂസ് ആംഗിൾ. അപ്പോൾ ഇത് രണ്ടും കൂടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അക്യൂട്ട് ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കാണാനുള്ള ഫോമുലയ്ക്കകത്ത് എന്തുമാത്രം ചെയ്താൽ മതി, ഒരു മോഡുലസ് കൊടുത്താൽ മതി. അപ്പോൾ ഫോമുല ഇങ്ങനെ ഒന്ന് മാറ്റിയാൽ മതി. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. ഇപ്പോൾ രണ്ട് ലൈനുകളാണ്, ആ രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകളാണ് m1 m2 എങ്കിൽ ആ രണ്ട് ലൈനുകൾക്കിടയ്ക്കുള്ള അക്യൂട്ട് ആംഗിൾ കാണാനുള്ള ഫോമുല ടാൻ തീറ്റ ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 m1. ആ മോഡുലസ് ഇട്ടതിൽ ഉദ്ദേശം പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ്. പോസിറ്റീവ് ആകുമ്പോൾ ടാൻ തീറ്റ പോസിറ്റീവ് ആകുമ്പോൾ തീറ്റ അക്യൂട്ട് ആംഗിൾ 90ൽ കുറഞ്ഞ ആംഗിൾ തന്നെ ആയിരിക്കും എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മോഡുലസ് കൊടുത്തത്. ഇപ്പോൾ ഈ ഫോമിൽ എഴുതുമ്പോൾ ഈ മോഡുലസ് കിടക്കുന്നത് കൊണ്ട് തന്നെ അത് m2 മൈനസ് m1 എന്നോ തിരിച്ച് m1 മൈനസ് m2 എന്നോ എന്തെഴുതിയാലും പ്രശ്നമില്ല. കാരണം m2 മൈനസ് m1 പോസിറ്റീവായ തിരിച്ചെടുക്കുമ്പോൾ നെഗറ്റീവ് ആകും, പക്ഷേ മോഡുലസ് കിടക്കുന്നതുകൊണ്ട് രണ്ട് സെയിം ആവും. എ മൈനസ് ബി എന്ന് എഴുതിയാലും ബി മൈനസ് എന്ന് എഴുതിയാലും മോഡുലസ് ഈക്വലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഫോമുലയിൽ നമുക്ക് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 എന്നും പറയാം, m1 മൈനസ് m2 എന്നും പറയാം. എങ്ങനെ എഴുതിയതൊക്കെയാണ് ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. ഇപ്പം ഇത് ഉപയോഗിക്കുന്നത് രണ്ട് ലൈനുകളുടെ സ്ലോപ്പ് അറിയാമെങ്കിൽ, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് m1, മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ് m2, സ്ലോപ്പ് അറിയാമെങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് തീറ്റ, ആ തീറ്റ കണ്ടുപിടിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഫോമുലയാണ് ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഫോമുലയാണ്. ഇതിൻ്റെ ഡെറിവേഷനൊന്നും എക്സാമിന് ചോദിക്കാറില്ല, പക്ഷേ എങ്ങനെ കിട്ടിയെന്നൊന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഡെറിവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തത്. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഡെറിവേഷന് പ്രാധാന്യമില്ല, പക്ഷേ വെറുതെ കാണാപ്പാഠം പഠിക്കുന്നവരെ നമുക്ക് എങ്ങനെ കിട്ടിയെന്നത് കൂടി മനസ്സിലാക്കി പഠിക്കുന്നതാണ് നമ്മൾ മാത്തമാറ്റിക്സ് കൂടുതൽ പഠിക്കുമ്പോൾ നമുക്ക് ഗുണകരമാവുന്നത്. അതിന് വേണ്ടിയിട്ടാണ് കൂടുതൽ ഹയർ ക്ലാസ്സിലൊക്കെ മാത്തമാറ്റിക്സ് പഠിക്കേണ്ടി വരികയാണെങ്കിൽ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ചു പോയാൽ അതിൻ്റെ മെച്ചം ഉണ്ടാവും. അതുകൊണ്ടാണ് ഇതിൻ്റെ ഡെറിവേഷൻ പഠിപ്പിച്ചത്. ആ ഡെറിവേഷൻ ഒന്ന് നോക്കി പോവുക. അപ്പോൾ ഇപ്പോൾ ഓർത്തിരിക്കേണ്ട ഫോമുല ഇത്രയേ ഉള്ളൂ. രണ്ട് സ്ട്രൈറ്റ് ലൈനുകൾ, അവയുടെ സ്ലോപ്പുകളാണ് m1 m2 എങ്കിൽ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് കണ്ടുപിടിക്കാൻ, തീറ്റ കണ്ടുപിടിക്കാനുള്ള ഫോമുല ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് m2 മൈനസ് m1 ബൈ 1 പ്ലസ് m2 ഇൻറ്റു m1. ഇവിടെ ഒരു കാര്യം ഓർക്കുക, മോഡുലസ് ഓഫ് m2 മൈനസ് m1 എന്ന് തന്നെ വരണം എന്ന് നിർബന്ധമില്ല, തിരിച്ചുമാകാം. m1 മൈനസ് m2 എന്നായാലും പ്രശ്നമൊന്നുമില്ല, മോഡുലസ് കിടക്കുന്നത് കൊണ്ട് അത് പോസിറ്റീവ് ആയിക്കൊള്ളും. അപ്പോൾ ഇതാണ് ഓർത്തിരിക്കേണ്ട ഫോമുല. അപ്പോൾ നമുക്കിതിനെ ബേസ് ചെയ്തുള്ള ഒന്ന് രണ്ട് പ്രോബ്ലംസ് കൂടി ചെയ്യാം. നോക്കൂ, ദ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസ് ഇസ് പൈ ബൈ 4 and slope of one of the lines is 1 by 2. Find the slope of the other line. Angle between two lines, രണ്ട് ലൈനുകൾക്കിടയ്ക്കുള്ള ആംഗിൾ, അതായത് തീറ്റ, അത് പൈ ബൈ 4 ആണ് എന്ന് പറയുന്നു. സ്ലോപ്പ് ഓഫ് വൺ ഓഫ് ദ ലൈൻസ് ഇസ് 1 by 2. ഇതിൽ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് 1 by 2 ആണെന്നും പറയുന്നു. ദെൻ ഫൈൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി അതർ ലൈൻ, മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടുപിടിക്കണം. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്, അതിനെ തീറ്റ എന്ന് എടുക്കാം, അത് പൈ ബൈ 4. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് പറയുന്നുണ്ട് m1 പറയുന്നുണ്ട് 1 by 2.
മറ്റേ ലൈനിൻ്റെ സ്ലോപ്പായ M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ തീറ്റ ഉണ്ട്, ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻ തീറ്റ ഉണ്ട്, ഒരു ലൈനിൻ്റെ സ്ലോപ്പായ M1 ഉണ്ട്, M2 ആണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് ആ ഫോമുല എഴുതാം. ടാൻ തീറ്റ ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M2 ഇൻറ്റു M1. തീറ്റയ്ക്ക് വരും π/4 കൊടുക്കാം. അപ്പോൾ ടാൻ π/4 ഈസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M2 നമുക്കറിയില്ല, പക്ഷേ M1 1/2 എന്നറിയാം. അപ്പോൾ M2 മൈനസ് 1/2 ബൈ 1 പ്ലസ് M2 ഇൻറ്റു 1/2. tan π/4ൻ്റെ വാല്യൂ 1 എന്നറിയാം. 1 ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് M2 മൈനസ് 1/2 ബൈ 1 പ്ലസ് ഇവിടെ എന്ത് കിട്ടും? M2 ഇൻറ്റു 1 M2/2 എന്ന് വരും. 1 പ്ലസ് M2/2. ദാറ്റ് ഈസ് ഇവിടെ മോഡുലസ് ഓഫ് ഇതിന് LCM എടുത്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ താഴെ 2 വരുന്നു, മുകളിലപ്പോൾ 2M2 മൈനസ് 1/2 എന്ന് വരും. താഴെയോ 2 പ്ലസ് M2/2 എന്ന് വരും. ഈസ് ഈക്വൽ ടു 1 അതേപോലെ എഴുതി. രണ്ടിടത്തും 2 ക്യാൻസൽ ചെയ്യുന്നു. അപ്പോൾ മോഡുലസ് ഓഫ് 2M2 മൈനസ് 1 ബൈ 2 പ്ലസ് M2 ഈസ് ഈക്വൽ ടു 1 എന്നാവും. മോഡുലസ് ഓഫ് 2M2 മൈനസ് 1 ബൈ 2 പ്ലസ് M2 ഈസ് ഈക്വൽ ടു 1. ഒരു നമ്പറിൻ്റെ മോഡുലസ് 1 ആവണു എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് 1 ആയിരിക്കും, അല്ലെങ്കിൽ അത് -1 ആയിരിക്കും. 1 ആയാലും -1 ആയാലും മോഡുലസ് എടുക്കുമ്പോൾ 1 ആവുമല്ലോ, അത് ഓർക്കുക. അപ്പോൾ ഞാൻ പറയാം മോഡുലസ് ഓഫ് എ ക്വാണ്ടിറ്റി ഈസ് 2. ദെൻ അപ്പോൾ നമുക്ക് പറയാം ഒന്നുകിൽ അത് 2 ആയിരിക്കും, അല്ലെങ്കിൽ അത് -2 ആയിരിക്കും. അതേപോലെ അപ്പം ഇത് മോഡുലസ് ഓഫ് 2M2 മൈനസ് 1 ബൈ 2 പ്ലസ് M2 ഈസ് ഈക്വൽ ടു 1 ആണ്. ദറ്റ് മീൻസ് ഈ 2M2 മൈനസ് 1 ബൈ 2 പ്ലസ് M2 എന്ന് പറയുന്നത് ഒന്നുകിൽ ഈസ് ഈക്വൽ ടു 1 ആയിരിക്കും, ഓർ അത് ഈസ് ഈക്വൽ ടു -1 ആയിരിക്കും. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്തെടുത്താൽ മതി. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 2M2 മൈനസ് 1 ഈസ് ഈക്വൽ ടു 2 പ്ലസ് M2 ഇൻറ്റു 1, 2 പ്ലസ് M2 എന്ന് തന്നെ കിട്ടും. ഇവിടെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2M2 മൈനസ് 1 ഈസ് ഈക്വൽ ടു -1 ഇൻറ്റു 2 പ്ലസ് M2 എന്ന് കിട്ടും. നമുക്കൊരു കാര്യം ചെയ്യാം, ഈ M2 ടേമിനെ ഇനി ലെഫ്റ്റിൽ കൊണ്ടുവരാം, -1നെ റൈറ്റിൽ കൊണ്ടുപോകാം. അപ്പോൾ 2M2 ഇതിപ്പുറം വരുമ്പോൾ -M2 എന്നായി. ഇസിക്കൽ ടു ഈ -1 അപ്പുറം പോകുന്നു, അപ്പോൾ 2 പ്ലസ് 1 എന്നാവും. ഇവിടെ അതുപോലെ 2M2 മൈനസ് 1 ഇസിക്കൽ ടു ഈ -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. -1 ഇൻറ്റു 2 അത് -2, -1 ഇൻറ്റു M2 -M2. ഇവിടെ 2M2 മൈനസ് M2 M2 ആവും. 2 പ്ലസ് 1 3 ആവും. അപ്പോൾ M2 ഇസിക്കൽ ടു 3 എന്ന് കിട്ടി. ഇവിടെയാണെങ്കിൽ ഈ -M2നെ ലെഫ്റ്റിൽ കൊണ്ടുവരുമ്പോൾ 2M2 പ്ലസ് M2 ആവും. -1നെ റൈറ്റിൽ കൊണ്ടുപോകുമ്പോൾ -2 പ്ലസ് 1 എന്നാവും. ദാറ്റ് ഈസ് M2 ഇസിക്കൽ 3ക്ക് മാറ്റമില്ല, അതേപോലെ എഴുതി. 2M2 പ്ലസ് M2 ആകുമ്പോൾ 3M2 ഇസിക്കൽ ടു -2 പ്ലസ് 1 -1 എന്നാവും. അവിടെ നിന്ന് 3 ഡിവൈഡ് ചെയ്യുമ്പോൾ M2 ഇസിക്കൽ ടു -1/3 എന്നാവും. അപ്പോൾ M2ന് 2 വാല്യൂ കിട്ടി, 3യും -1/3. രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പോൾ രണ്ടാമത്തെ ലൈനിൻ്റെ സ്ലോപ്പ് എന്ന് പറയുന്നത് ഒന്നുകിൽ 3 ആയിരിക്കും, അല്ലെങ്കിൽ -1/3 ആയിരിക്കും. ഒരു ചോദ്യം കൂടി ചെയ്യാം. സ്ലോപ്പ് ഓഫ് വൺ ലൈൻ ഈസ് ഡബിൾ ദ സ്ലോപ്പ് ഓഫ് അതർ ലൈൻ. ഒരു ലൈനിൻ്റെ സ്ലോപ്പ് മറ്റേ ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ ഡബിൾ ആണെന്ന്. tan of the angle between the lines is 1/3. Angle between the lines തീറ്റ ഉണ്ടല്ലോ, അതിൻ്റെ tan, that means tan തീറ്റ 1/3 ആണ്. ഫൈൻഡ് ദ സ്ലോപ്സ് ഓഫ് ദ ലൈൻ, ആ ലൈനുകളുടെ സ്ലോപ്പ്. അപ്പോൾ ഒരു ലൈനിൻ്റെ സ്ലോപ്പിൻ്റെ ഡബിൾ ആണ് മറ്റേ ലൈനിൻ്റെ സ്ലോപ്പ്. കൂടാതെ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് എടുത്തിട്ട് അതിൻ്റെ tan എടുത്താൽ, tan തീറ്റ എടുത്താൽ 1/3 കിട്ടും. അപ്പോൾ 2 ലൈനുകളാണ്. M1 M2 എന്ന് അസൈം ചെയ്യുക അതിൻ്റെ സ്ലോപ്പുകൾ. ലെറ്റ് M1 ആൻഡ് M2 ബി ദ സ്ലോപ്പ് ഓഫ് ദ ലൈൻസ് ആൻഡ് തീറ്റ ബി ദ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ്. ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് തീറ്റയാണെന്ന് വിചാരിക്കുക. നൗ ഒരു ലൈനിൻ്റെ സ്ലോപ്പ് മറ്റേ ഡബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് M1 ഇൻറ്റു 2 ആണ് M2 എന്ന് അസ്യൂം ചെയ്യുക. ലെറ്റ് M2 ഇസിക്കൽ ടു 2M1. തിരിച്ചെടുത്താലും കുഴപ്പമില്ല. എങ്ങനെയാണ് M1 ഇസിക്കൽ ടു 2M2 എന്നും എടുക്കാം. കാരണം ഒരെണ്ണത്തിൻ്റെ സ്ലോപ്പിൻ്റെ ഡബിൾ ആണ് മറ്റേതിൻ്റെ സ്ലോപ്പ്. അത് എങ്ങനെ എടുത്താലും പ്രശ്നമില്ല. അപ്പോൾ M2 ഇസിക്കൽ ടു 2M1. അതുപോലെ tan തീറ്റ 1/3 ആണെന്നും കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളുണ്ട്. നമുക്ക് ഫോമിൽ ഉപയോഗിക്കാം. tan തീറ്റ ഇസിക്കൽ ടു മോഡുലസ് ഓഫ് M2 മൈനസ് M1 ബൈ 1 പ്ലസ് M2 N1. tan തീറ്റ 1/3 ആണല്ലോ. 1/3 ഇസിക്കൽ ടു മോഡുലസ് ഓഫ് നമ്മൾ ഇപ്പം മുമ്പ് കണ്ടതല്ലേ M2 ഇസിക്കൽ ടു 2M1 എന്നാണ് അത് കൊടുത്തുന്നു. അപ്പോൾ 2M2 പകരം 2M1 ആവുന്നു. 2M1 മൈനസ് M1 ബൈ 1 പ്ലസ് 2M1 ഇൻറ്റു M1. ദാറ്റ് ഈസ് 1/3 ഇസിക്കൽ ടു 2M1 മൈനസ് M1 M1 ആണ്. ഇവിടെ 1 പ്ലസ് 2M1 ഇൻറ്റു M1 M1 സ്ക്വയർ ആവും. അപ്പോൾ മോഡുലസ് ഓഫ് M1 ബൈ 1 പ്ലസ് 2M1 സ്ക്വയർ ഇസിക്കൽ ടു 1/3. ഇതിൻ്റെ മോഡുലസ് 1/3. മോഡുലസ് 1/3 എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ 1/3 ആയിരിക്കും, അല്ലെങ്കിൽ -1/3 ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം. M1 ബൈ 1 പ്ലസ് 2M1 സ്ക്വയർ ഇസിക്കൽ ടു ഒന്നുകിൽ 1/3, അല്ലെങ്കിൽ M1 ബൈ 1 പ്ലസ് 2M1 സ്ക്വയർ ഇസിക്കൽ ടു -1/3. ഇനി ഇതിനെ സിംപ്ലിഫൈ എടുത്താൽ മതി. എങ്ങനെയാണ് ക്രോസ് ചെയ്യാം? 3 ഇൻറ്റു M1, 3M1 ഇസിക്കൽ ടു ഇവിടെ 1 പ്ലസ് 2M1 സ്ക്വയർ ഇൻറ്റു 1 വിച്ച് ഈസ് 1 പ്ലസ് 2M1 സ്ക്വയർ. ഇവിടെ അതുപോലെ തന്നെ 3M1 ഇസിക്കൽ ടു -1 ഇൻറ്റു 1 പ്ലസ് 2M1 സ്ക്വയർ. എല്ലാ ടേമും ലെഫ്റ്റിലേക്ക് മാറ്റുക. അപ്പോൾ 3M1 1 ലെഫ്റ്റ് വരുമ്പോൾ -1, 2M1 സ്ക്വയർ വരുമ്പോൾ -2M1 സ്ക്വയർ എന്നാവും. ഓർ ഇവിടെ 3M1 ഇസിക്കൽ ടു ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ -1 ഇൻറ്റു 1 അത് -1 ഇൻറ്റു 2M സ്ക്വയർ ഇറ്റ് ഈസ് -2M1 സ്ക്വയർ. ഈ ആദ്യത്തെ തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്യുക. ആദ്യം M1 സ്ക്വയർ ടൈം എഴുതാം, -2M1 സ്ക്വയർ. ദെൻ M1 ടൈം എഴുതാം, പ്ലസ് 3M1. ദെൻ കോൺസ്റ്റന്റ് ടൈം എഴുതാം, -1 ഈക്വൽ ടു 0. ഇവിടെ 3M1 ഈ -1 ഇപ്പുറം വരുമ്പോൾ +1 ആവും. -2M1 സ്ക്വയർ ഇപ്പുറം +2M1 സ്ക്വയർ ആവും.
ഇനി ചെയ്യുന്ന ആദ്യത്തെ ഇക്വേഷന് മറ്റൊന്നുമില്ല, അതേപോലെ എഴുതി -2m1 അതായത് ആ ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതി. ആദ്യം m1 ടൈം ദെൻ m1 ടൈം കോൺസ്റ്റന്റ് ടൈം എന്നാക്കി. അപ്പോൾ ആദ്യം m1 ടൈം -2m1 then m1 ടൈം ഇറ്റ് ഈസ് +3m1 then ഈ കോൺസ്റ്റന്റ് ടൈം -1 = 0. അതുപോലെ നമുക്ക് ഇവിടെയും എഴുതാം. എങ്ങനെയാണ് നമ്മൾ ഇതിനൊക്കെ ഇപ്പുറം കൊണ്ടുവരാണല്ലോ. 3m1 + 1 + 2m1 = 0 എന്നോ. അടുത്ത സ്റ്റെപ്പിൽ ഈ ആദ്യത്തെ ഇക്വേഷൻ മാറ്റമില്ല, അതേപോലെ എഴുതി -2m1 + 3m1 - 1 = 0. ഇവിടെ 2m1 ആദ്യം ദെൻ +3m1 + 1 = 0. ഇപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയിരിക്കുക, m1 ഉൾപ്പെടുന്ന രണ്ട് ഇക്വേഷൻ. ആ രണ്ട് ഇക്വേഷനിലും പരിശോധിച്ചാൽ അതിൽ m1 ഒരു ടേം ഉണ്ട്, m1 ഒരു ടേം ഉണ്ട്, കോൺസ്റ്റന്റ് ടേം ഉണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ബോക്സിൽ എഴുതിയിരിക്കുന്നുണ്ടോ, ax² + bx + c = 0 എന്ന് പറയുമ്പോൾ അവിടെ ഒരു x² ടേമും ഒരു x ടേമും ഒരു കോൺസ്റ്റന്റ് ടേമും, ഇവിടെ x പകരമാണ് m1 വന്നത്. അങ്ങനെ ഒരു ഇക്വേഷൻ വന്നാൽ സോൾവ് ചെയ്യാൻ ഫോർമുലയും പഠിച്ചിട്ടുണ്ട്. x = -b ± √b² - 4ac/2a. അതങ്ങോട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ a എന്ന് പറയുന്നത് -2, b 3, c -1 അപ്പോൾ ഉപയോഗിക്കുമ്പോൾ -b it is -3 ± √b² it is 3² -4ac it is 4 × a × c. 4 × a എന്ന് മീൻസ് -2 × c മീൻ -1/2a it is 2 × -2. അതുപോലെ രണ്ടാമത്തെ ഇക്വേഷൻ m1 = -b it is -3 ± √b² it is 3² -4ac 4 × 2 × 1/2a 2 × 2. ഇതിനെ സിംപ്ലിഫൈ എടുക്കുന്നത് വേറെ ഒന്നുമില്ല. 3² 9 ഇവിടെ -**- വരും 4 × 8 9 - 8 എന്ന് വരും. താഴെ -4 വരും. ഇവിടെ തന്നെ വരും -3 ± √9 - 8/4. 9 - 8 1 ആണ്, √1 1 തന്നെയാണ്. അപ്പോൾ -3 ± 1/-4 ഓർ -3 ± 1/4. ഇവിടെ ഇതിനെ രണ്ടാക്കാം, -3 + 1/-4 ഓർ -3 - 1/-4. ഇവിടെ അതുപോലെ തന്നെ -3 + 1/4 or -3 - 1/4. m1 = കിട്ടും -3 + 1 -2/-4 ഓർ ഇവിടെയോ -4/-4 ഓർ ഇവിടെയോ -2/4 ഇവിടെയോ -4/4. ഇവിടെ -/- പ്ലസ് ആവും 2/4 1/2 എന്ന് വരും. ഇവിടെ -/- പ്ലസ് ആവും 1 എന്ന് വരും. ഇവിടെ -1/2 എന്ന് വരും. ഇവിടെ -1 വരും. അപ്പോൾ m1ന് 4 വാല്യൂസ് കിട്ടി. 1/2 1 -1/2 -1. m1 എന്ന് പറയുന്നത് ആദ്യത്തെ ഒരു ലൈനിൻ്റെ സ്ലോപ്പാണ്. ഇനി രണ്ടാമത്തെ സ്ലോപ്പ് കൂടി നമുക്ക് കണ്ടുപിടിക്കണം. അതിന് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു ഒന്നിൻ്റെ സ്ലോപ്പിൻ്റെ ഡബിളാണ് മറ്റേത്. m2 = 2m1 തുടക്കത്തിൽ എഴുതിയില്ലേ, m2 = 2m1 തുടക്കത്തിൽ എഴുതി. അത് ഉപയോഗിച്ച് നമുക്ക് m2 കണ്ടുപിടിക്കാം. പക്ഷെ കണ്ടുപിടിക്കുമ്പോൾ m1ൻ്റെ ഓരോ വാല്യൂ, m1 4 വാല്യൂസ് ഉള്ള ഓരോ വാല്യൂവിനും m എടുക്കണം. ആദ്യം m1 1/2 വരുമ്പോൾ m1 = 1/2 then m2 എന്ത് കിട്ടും, 2m1 2 × 1/2 that is 1. അപ്പോൾ 1/2 1 വരും. എന്നാൽ m1 രണ്ടാമത്തെ വാല്യൂ 1 വന്നാലോ, അപ്പോൾ m2 2m1 it is 2 × 1 2 കിട്ടും. അപ്പോൾ ഫസ്റ്റ് ലൈനിൻ്റെ സ്ലോപ്പ് 1ഉം സെക്കൻഡ് ലൈനിൻ്റെ സ്ലോപ്പ് 2 ആകാം. ഇനി അതുപോലെ m1 -1/2 ആയാൽ അപ്പോൾ m2 2 × -1/2 it is -1. അപ്പോൾ -1/2 -1 സ്ലോപ്പുകൾ. എന്നാൽ m1 -1 ആയാലോ, m2 2 × m1 it is 2 × -1 it is -2. that means -1ഉം -2ഉമാണ് സ്ലോപ്പുകൾ. ഈ രീതിയിൽ നമുക്ക് സ്ലോപ്പ് കണ്ടുപിടിക്കാം. അപ്പോൾ ഈ ആംഗിൾ ബിറ്റ്വീൻ ദ ലൈൻസ് വളരെ പ്രാധാന്യമുള്ളൊരു ഫോർമുലയാണ്. ആ ഫോർമുല ഓർത്ത് വയ്ക്കണം. tan θ = മോഡുലസ് ഓഫ് m2 - m1 /1 + m2 × m1. m1 എന്നും m2 എന്നും പറയുന്ന രണ്ട് ലൈനുകളുടെ സ്ലോപ്പുകളാണ്. അപ്പോൾ ആംഗിൾ ബിറ്റ്വീൻ ടു ലൈൻസുമായി ബന്ധപ്പെട്ടുള്ള പ്രോബ്ലം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ.